ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് മക്കള്. ജീവിതത്തിൽ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത, കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മക്കള് ഭാവിയിലെ നമ്മുടെ വരദാനങ്ങളാണ്. വന്ധ്യതയുള്ള ലോകത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. വൈവാഹിക ജീവിതം കഴിഞ്ഞ് 25, 30, 40 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. ആ ലോകത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വരദാനമായിട്ട് മക്കളെ നൽകിയിട്ടുള്ളത്. ആ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. മക്കള് ലഹരിക്കടിമപ്പെട്ട് ആ മക്കളുടെ തന്നെ കടാരക്ക്, കത്തിക്ക് ഇരയായിട്ട് ഈ ലോകത്തോട് ദയനീയമായി മരിക്കാൻ, വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കൾ മക്കളാൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെ നന്നായി വളർത്തുക എന്നുള്ളത് അത് ഈ കാലഘട്ടത്തിൽ, ഈ പുതിയ ലോകത്ത് വളരെ ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ആളുകൾക്ക് മാത്രമാണ് ക്രിയാത്മകമായി നല്ല രൂപത്തിൽ മക്കളെ വളർത്താൻ സാധിക്കുന്നുള്ളൂ. ഇന്ന് മക്കളെ വളർത്തുന്നതിൽ, പാരന്റിങ് ചെയ്യുന്നതിൽ പലർക്കും വലിയ പരാജയമാണ് ഏൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ മക്കൾ കാരണമായിട്ട് കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത്, ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ മക്കളെ നല്ല രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരിക്കലും നിങ്ങൾ മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഈ മക്കൾ നാളെ ഒരിക്കലും നമുക്ക് എതിരാകൂല. ഈ മക്കൾ നമ്മോട് സ്നേഹത്തോടും വാത്സല്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് പെരുമാറുക. അപ്പൊ ആ 10 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ ഇസ്ലാമികമായിട്ട് നമ്മുടെ മക്കളെ വളരെ നല്ല രൂപത്തിൽ അടിയുറച്ച് അനുസരിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന നല്ല മക്കളായി വളരാനുള്ള ആത്മീയമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിയും ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. എല്ലാവരും ഇത് മുഴുവനായിട്ട് കേൾക്കണമെന്ന് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളോട് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തേത്, 5 വയസ്സിന് താഴെയുള്ള മക്കള്, 10 വയസ്സിന് താഴെയുള്ള മക്കളോട് പ്രത്യേകിച്ച് പരസ്യമായി ഒരു കാരണവശാലും അവരെ ശാസിക്കരുത് എന്നുള്ളതാണ്. പരസ്യമായി അവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത്. അത് അവരറിയിക്കുന്ന രൂപത്തിലുള്ള ഒരു ശാസനയും ശിക്ഷണവും ഒക്കെ ആകാം, അതിന് തടസ്സമില്ല. പക്ഷെ അവരുടെ ആ പ്രായത്തിന്റെ അതും കടന്ന് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം അവരെ മെന്റലി തളർത്തിക്കളയുന്ന, മാനസികമായി തളർത്തിക്കളയുന്ന, അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന രൂപത്തിലുള്ള ഒരു ശാസനയോ ശിക്ഷണമോ ആ മക്കളുടെ നേർക്ക് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അത് ജീവിതാന്ത്യം വരെ നിങ്ങൾ ആ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക്, നമ്മൾ റോട്ടിലൂടെ അവരെ കൊണ്ട് നടക്കുകയായിരുന്നു, പെട്ടെന്ന് അവര് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്തു, അല്ലെങ്കിൽ അവരെന്തോ വഴിയിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ നമ്മുടെ കൈ വിട്ട് ഓടി, അല്ലെങ്കിൽ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് എന്തോ ആ കുട്ടിയുടെ ഭാഗത്ത് ചെറിയ തെറ്റ് സംഭവിച്ചു. അപ്പോഴേക്ക് പരസ്യമായിട്ട് ആ 4 ആള് കൂടിയ സ്ഥലത്ത് നിന്ന് മറ്റുള്ളവർ കേൾക്കെ, മറ്റുള്ളവർ കാണുകെ അവരെ പരസ്യമായി അട്ടഹസിച്ച് സംസാരിച്ച് ശാസിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് ജീവിതാന്ത്യം വരെ ആ മക്കളുടെ മനസ്സിന്റെ ഉള്ളില് ഒരു നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ടാവാൻ കാരണമാകുകയും അത് അവരുടെ ശരീരത്തിന്, നിങ്ങൾ അടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക, ആ അടിച്ച സമയത്ത് അവരുടെ ശരീരത്തിന് ഏൽപ്പിച്ച പ്രഹരത്തിനേക്കാളും കൂടുതൽ ശക്തമായിട്ട് അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. അതങ്ങനെയാണ് ഒരു അറബി കവി പറഞ്ഞിട്ടുണ്ട്, ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തുന്നത് ഉണങ്ങും, പക്ഷേ നാവ് കൊണ്ട് മുറിപ്പെടുത്തുന്നത് ഉണങ്ങില്ല എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതേപോലെ നിങ്ങൾ ആ അടിച്ചതിനേക്കാളും അവരുടെ മനസ്സിൽ ജീവിതാന്ത്യം വരെ അത് മുറിവേറ്റ് കെടുക്കപ്പെടും. അവിടെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരികയാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള എവിടെന്നെങ്കിലുമൊക്കെ ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരണം. അങ്ങനെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരോട് കൂടെയുള്ള ഇടപെടലുകളിലൊക്കെ സാധാരണയുള്ള പെരുമാറ്റത്തിനേക്കാളും കൂടുതൽ
കൂടുതൽ കുറച്ച് ബോൾഡായിട്ട് അവർ പെരുമാറും. അതേപോലെ തന്നെ അവർക്ക് കുറച്ച് കളി ആ സമയത്ത് കൂടും. ആ സമയത്ത് നമ്മുടെ അവരുടെ മുമ്പിൽ വെച്ച് ശക്തമായ രൂപത്തിൽ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ അവരെ ജീവിതാന്ത്യം വരെ അവരെ തളർത്താനും തകർക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളിൽ ഒന്നാമത്തേത് 5 വയസ്സിന് താഴെയുള്ള 10 വയസ്സിന് താഴെയുള്ള കൗമാരപ്രായത്തിലുള്ള മക്കളെയൊക്കെ പരസ്യമായി ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഡോണ്ട് ഷൗട്ട് ദം. അവരെ അട്ടഹസിച്ച് നല്ല ഉച്ചത്തിൽ അവരോട് സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ പരസ്പരം ഒരേ ഏജിലുള്ള ആളുകളോട് സംസാരിക്കുന്ന രൂപത്തിൽ ഉച്ചത്തിൽ അട്ടഹസിച്ച് സംസാരിക്കൂലേ, നല്ല ശബ്ദത്തിൽ നല്ല വോയിസ് കൂട്ടിയിട്ട് നിന്നോടല്ല ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കൂലേ, അതേ ഒരു ടോണിൽ അതേ ഒരു ശബ്ദത്തിൽ അതേ ഒരു ശൈലിയിൽ നാം ചെറിയ മക്കളോട് നല്ല ശക്തമായ രൂപത്തിൽ സംസാരിക്കുന്നു. അത് അവർക്ക് മെന്റലി അവരെ വലിയ മെന്റലിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ, മാനസികമായി ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അവരിൽ ഡിപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുമ്പോൾ നമ്മൾ വളരെ നല്ല ശക്തമായ രൂപത്തിൽ അവരോട് പ്രതികരിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു മുറിപ്പെടുത്തും എന്നുള്ളതാണ്. മൂന്നാമത്തേത് കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് കളവ് പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് അവരുടെ മുമ്പിൽ വെച്ച്. അത് നമ്മൾ ചിലപ്പോൾ ഗുരുതരമല്ലാത്ത രൂപത്തിൽ അനുവദിക്കപ്പെടുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ഗുരുതരമല്ലാത്ത രൂപത്തിലോ ഒക്കെ ചെറിയ രൂപത്തിലൊക്കെ കളവുകൾ പറയുമ്പോൾ അത് മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും അത് പറയാതിരിക്കുക, കളവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ 5 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച്, കൗമാരപ്രായമുള്ള മക്കളുടെ മുമ്പിൽ വെച്ച്, അവരുടെ മുമ്പിലൊക്കെ വെച്ച് നമ്മൾ കളവ് പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. എന്താണ് അങ്ങനെ കളവ് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്? ഈ മക്കളുടെ ജീവിതത്തിലെ അവരുടെ ലൈഫ് സ്റ്റൈലില് കളവിനെ സ്വാംശീകരിക്കാൻ, കളവിനെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ജീവിതത്തിൽ ഈ മാതാപിതാക്കൾ വഴി ലഭിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എന്തോ ഒരു വിരുന്നിന് പോകാൻ വേണ്ടിയിട്ടോ ബന്ധു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടോ തിങ്കളാഴ്ച ദിവസം നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല. അങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാത്തതിൻ്റെ പേരിൽ പിറ്റേ ദിവസം ടീച്ചർക്ക് ലെറ്റർ എഴുതാണ്, ലീവ് ലെറ്റർ. ആ ലീവ് ലെറ്ററിൽ നമ്മൾ കാരണം പറയുന്നു, എൻ്റെ മകൻ ഇന്നാലിന്ന കാരണത്തിന് വേണ്ടിയാണ് വരാത്തത്, സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഹാജരാകാൻ സാധിക്കാത്തത് എന്ന സ്ഥലത്ത് എൻ്റെ മകൻ ഇന്നലെ പനിയും തലവേദനയും ആയതുകൊണ്ടാണ് അവൻ സ്കൂളിൽ വരാതിരുന്നത് എന്ന് നാം കാരണം എഴുതുമ്പോൾ ഈ മക്കൾ അതിൽ നിന്ന് ഇങ്ങനെയും നമുക്ക് ചെയ്യാം, ഇങ്ങനെയും നമുക്ക് പറയാം എന്നുള്ള ഒരു ചിന്ത ആ മക്കളിലേക്ക് വന്ന് അവരും ജീവിതത്തിൽ കളവ് പറയാനും കളവ് ചെയ്യാനും ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ അതിനുള്ള ഒരു പ്രവണതയുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ മുമ്പിൽ വെച്ച് കളവ് പറയുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അത് കുട്ടികളോട് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യമാണ്. നമ്മൾ ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടില് ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് അന്വേഷിച്ചു വരുമ്പോൾ നമ്മുടെ ഉപ്പ തന്നെ വീട്ടിൽ നിന്ന് പറയാണ്, മോനെ ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് ജനൽ തുറന്ന് പറയാനോ ഡോറ് തുറന്ന് പറയാനോ പറയാണ്. ഈ കുട്ടി ഉപ്പയുടെ റൂമിലിരിക്കുന്നത് കാണുന്നു, കണ്ടുകൊണ്ടിരിക്കെ ഈ ഉപ്പ മോനോട് പറയുന്നു, മോനെ ഉപ്പ ഇല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ആ കുട്ടിയുടെ സംസാരത്തിന്റെ ശൈലിയും ആംഗ്യവും ഒക്കെ കണ്ട് ആ വരുന്നയാളുകള് മനസ്സിലാക്കുന്നു ഉപ്പ മോനെ പറഞ്ഞയച്ചാണെന്ന്. ബുദ്ധിയുള്ള ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതെ, ആ രൂപത്തിലായിരിക്കും കുട്ടിയുടെ നിഷ്കളങ്കത്തിൽ നിന്ന്. അവര് സിൻസിയർ ആണല്ലോ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത് തന്നെയായാലും ആ കുട്ടി അതിലൂടെ പഠിക്കുന്നത് അത് വളരെ കൃത്യമായി വർക്കൗട്ട് ആവുകയും ചെയ്യൂല. എന്നാൽ ആ കുട്ടി അതിലൂടെ പഠിക്കുന്നത് കളവ് പറയാം, കളവ് ചെയ്യാം എന്ന ഒരു ചിന്തയിലേക്ക് ആ കുട്ടി എത്താൻ കാരണമാകും. അതുകൊണ്ട് തന്നെ മക്കളോട് കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം കളവ് പറയുകയോ ചെയ്യുകയോ ചെയ്യരുത് അവരുടെ മുമ്പിൽ വെച്ച് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നമ്മുടെ മക്കളെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യരുത്. ഡോണ്ട് കമ്പയർ വിത്ത് ദം എന്നാണ്. അതേഴ്സ്, മറ്റുള്ളവരോട് നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യരുത്. അവരെ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് എന്ത് ചെയ്ത് സംസാരിക്കരുത്. ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മൾട്ടിപ്പിൾ ഇന്റലിജൻസാണ് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ആരും കഴിവ് കെട്ടവരായി ഭൂമിയിൽ ജനിക്കുന്നില്ല. എത്രയോ വികലാംഗരായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശാസ്ത്രത്തിന്റെ അങ്ങേയറ്റം തേടിപ്പിടിച്ച ആളുകളെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവ് കുറവുണ്ടെങ്കിലും അതിനെ കവച്ചു വെക്കുന്ന രൂപത്തിലുള്ള മറ്റു കഴിവുകൾ അവരവരുടെ
അവരവരിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ SSLCയിലോ 9th സ്റ്റാൻഡേർഡിലോ 10th സ്റ്റാൻഡേർഡിലോ 7th സ്റ്റാൻഡേർഡിലോ മാർക്ക് കുറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ മാർക്ക് കുറയുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിക്ക് മാർക്ക് കൂടിയ സന്ദർഭമാണ്. എന്നാൽ നാം അവരെ കമ്പയർ ചെയ്യുന്നു. കണ്ടില്ലേ, അയാളുടെ മോനെ ഇത്ര മാർക്ക് വാങ്ങിച്ചു, നീ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുക. ഈ താരതമ്യം ചെയ്യുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിൽ അതൊരു നെഗറ്റീവ് സ്ട്രോക്കാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ മനസ്സിനെ വല്ലാതെ ബാധിക്കും. ആ ബാധിച്ചിട്ട് നെഗറ്റീവ് സ്ട്രോക്കിൽ നിന്ന് ഉയർന്നു വരാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ കമ്പയർ ചെയ്യരുത്. നമ്മുടെ മോൻക്ക് കെമിസ്ട്രിയിൽ മാർക്ക് കുറവാണ്, അപ്പുറത്തുള്ള മോൻക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ കുട്ടിയെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് ഈ കുട്ടിയെ തളർത്താൻ പാടില്ല. അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടി ഒരുപക്ഷെ മാർക്ക് നല്ലോണം ഉണ്ടായേക്കാം. ആ മാർക്കുള്ള കുട്ടി തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കാത്ത കുട്ടിയായിരിക്കാം, രാത്രി ഇരുട്ടത്ത് നടക്കാൻ സാധിക്കാത്ത കുട്ടിയായിരിക്കാം, മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു മടിയുള്ള കുട്ടിയായിരിക്കാം. അങ്ങനെ ഒരുപാട് പോരായ്മകൾ ആ കുട്ടിക്കുണ്ടായേക്കാം. എന്നാൽ ഈ മാർക്ക് കുറഞ്ഞ ഈ കുട്ടിയുണ്ടല്ലോ, ഇവരുടെ സ്വന്തം മകനെ ഏത് രാത്രിയിലും ഇരുട്ടത്തും പുറത്തേക്ക് ഇറങ്ങി നടക്കാനും കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുവരാനും വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നല്ല ബോൾഡായിട്ട് നല്ല ഒരു സഭാകമ്പം കൂടാതെ സംസാരിക്കാനൊക്കെ കഴിവുള്ള കുട്ടിയായിരിക്കാം. പക്ഷെ ഈ കഴിവുകളൊക്കെ മറച്ചു വെച്ച്, അല്ലെങ്കിൽ ഈ കുട്ടി ഒരു പക്ഷെ നന്നായി ചിത്രം വരയ്ക്കുന്നവരായിരിക്കാം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് എന്തെങ്കിലും അത് റിപ്പയർ ചെയ്യാനുള്ള ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അത് കേടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബ്രോക്കൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയോട് പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഈ മാർക്ക് കുറഞ്ഞ കുട്ടി നന്നാക്കി തന്നേക്കാം. എന്നാൽ അപ്പുറത്തെ കുട്ടിക്ക് അതൊന്നും അറിയൂല. ആ അപ്പുറത്തെ കുട്ടി എഴുതുന്ന പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. അപ്പൊ അത്തരം വിഷയങ്ങളൊന്നും അറിയൂല. നമ്മുടെ കുട്ടിയുടെ ഇത്തരം മെക്കാനിസത്തിലുള്ള ഈ കഴിവും, അതേപോലെ തന്നെ ചിത്രരചനയിൽ നല്ല ചിത്രം, ഒരു നിമിഷം കൊണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് അയാളുടെ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയായിരിക്കാം. ഈ കഴിവ് മുഴുവൻ, ഈ ക്വാളിറ്റീസ് മുഴുവനും മറച്ചു വെച്ച് ഈ കുട്ടിയെ നാം തളർത്തുകയാണ്. അതോടുകൂടെ ഇത്രയും കഴിവുണ്ടായിരുന്ന ആ കുട്ടി ആ ഒരൊറ്റ കഴിവിന്റെ പേരിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒറ്റ കാരണത്തിന്റെ പേരിൽ മാതാപിതാക്കളാകുന്ന നാം തളർത്തുകയാണ്. ആ തളർത്തുന്ന കാരണം കൊണ്ട് നമ്മുടെ മക്കൾക്ക് പിന്നെ ഭാവിയിൽ ഉയരാൻ സാധിക്കാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോടൊരിക്കലും നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യരുത്. ജീവിതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്വാളിറ്റി അല്ല. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ക്വാളിറ്റികൾ ഒരുമിച്ച് കൂടുന്നതാണ് ജീവിതം. കേവലം എക്സാമിൽ മാർക്ക് വാങ്ങിക്കുക എന്നത് മാത്രമാണ് ക്വാളിറ്റി എങ്കിൽ എത്രയോ MBA പാസ്സായ, എത്രയോ അവരവരുടെ പേരിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബിരുദങ്ങളുടെ, ഡിഗ്രികളുടെ കൂമ്പാരങ്ങൾ എഴുതിക്കൂട്ടിയ ആളുകളുണ്ട്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ. ഓരോരുത്തർക്കും വേണ്ടത് സ്കില്ലാണ്. ടാലന്റഡ് ആണോ അവർക്കത് ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയ, റബ്ബ് നമുക്ക് നൽകിയ മക്കളിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അതിനൊരുപാട് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി നമ്മുടെ മക്കൾക്കുണ്ട്. ആ ക്വാളിറ്റിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരോട് ഒരിക്കലും നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത 4ാമത്തെ കാര്യമാണ്. 5ാമത്തേത്, പിന്നെ ഈ കുട്ടി ഒരിക്കലും ഈ ഒരു കമ്പാരിസൺ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നമ്മുടെ മക്കളോട് പറയാണ്, അപ്പുറത്തെ വീട്ടിലുള്ളവന് മാത്സിൽ A+ വാങ്ങിച്ചിട്ടുണ്ട്, നീ മാത്സിൽ C+ നിനക്ക് കിട്ടിയിട്ടുള്ളൂ, നീ D+ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു താരതമ്യം ചെയ്യൽ നമ്മുടെ മക്കൾ നേരെ നമ്മിലേക്ക് തിരിച്ചെടുത്താലോ, ഇത് നിരന്തരം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കൾക്കൊരു പക്ഷേ അത് തിരിച്ചിങ്ങോട്ടും പറയാലോ. അവൻ്റെ അച്ഛന് അവനക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്താ എനിക്ക് ചെയ്തു തരുന്നത്, എൻ്റെ ഉപ്പ എന്താ എനിക്ക് ചെയ്തു തരുന്നത്, അവൻ്റെ ഉപ്പ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഉമ്മ എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ മക്കള് തിരിച്ച് നമ്മയും ഇങ്ങോട്ട് കമ്പയർ ചെയ്താലോ, ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു കമ്പാരിസൺ, അങ്ങനെ ഒരു കമ്പയർ ചെയ്യുന്ന ഒരു വിഷയം അവരുടെ മനസ്സിലേക്ക് വരാത്തത്
കൊണ്ട് അവർ ചെയ്യുന്നില്ല. നമ്മളിത് നിരന്തരം പറയലോടുകൂടെ തിരിച്ചൊരു കമ്പാരിസൺ ഇങ്ങോട്ട് നടന്നാൽ എത്ര എത്ര ഗൗരവമുള്ള വിഷയമാണത്. നമുക്കും അതുപോലെ ഒരുപാട് പോരായ്മകളും ക്വാളിറ്റി കുറവില്ലേ? നമ്മൾ പഠിക്കാൻ അവസരമുണ്ടായിട്ട് നമ്മൾ എത്രയാ പഠിച്ചത്? നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി ജോലി ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റുന്ന ഒരു ജോലി, മോൻക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ പറ്റുന്ന ഒരു ജോലി നമ്മൾ നേടിയിട്ടുണ്ടോ? അതിന് കഴിഞ്ഞിട്ടുണ്ടോ? അത്രമാത്രം ക്വാളിറ്റി ഉള്ളവരാണോ നമ്മള്? അപ്പൊ കമ്പാരിസൺ തിരിച്ചും നടത്താനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അപ്പൊ നാലാമത് അവരോട് കമ്പയർ ചെയ്യരുത് എന്നുള്ളതാണ് മക്കൾ ഒരു കാരണവശാലും. അഞ്ചാമത്തത് ഡോണ്ട് ബ്ലെയിം ദം, അവരെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി എന്ന് സങ്കല്പിക്കുക. ആ ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതറിയാതെ സംഭവിച്ചതാണെങ്കിൽ പ്രത്യേകിച്ച്, ഇനി ബോധപൂർവ്വം അങ്ങനെ എറിഞ്ഞതാണെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് ചെറിയ ക്യാഷ് കൊണ്ട് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കുറ്റപ്പെടുത്തലിൽ നിന്നും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് മാറ്റിയെടുക്കാൻ എത്ര വില കൊടുത്താലും സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് ടെക്നിക്കലി അതെങ്ങനെയാണോ തന്ത്രപരമായിട്ട് അതെങ്ങനെ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുട്ടിയെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുമ്പോഴേക്ക് കുട്ടികളാണ്, കുട്ടികളുടെ ഏരിയയിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളിലൊക്കെ നന്നായി അവർ ഇടപെടുമ്പോൾ ചില പോരായ്മകളും ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അപ്പോഴല്ലേ അവർ കുട്ടികളാവുള്ളൂ. കുട്ടികളാവുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? അത്തരം പ്രശ്നങ്ങളിലും ചെറിയ ചെറിയ ഇഷ്യൂസുകളിലും അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. അഞ്ചാമത് കുട്ടികളോട് ചെയ്യാതിരിക്കണം, ഒരു കാരണവശാലും അവരെ കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. ആറാമത് ഡോണ്ട് സെറ്റ് അൺനെസസറി ബൗണ്ടറീസ്, അനാവശ്യ കൽപ്പനകൾ, അനാവശ്യ അതിർത്തികൾ നിശ്ചയിക്കാം അവർക്കിടയിൽ. അതൊരിക്കലും ചെയ്യരുത്. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ അവരിൽ ഏർപ്പെടുത്തുക. നമ്മുടെ ചെറിയ മോന് ജസ്റ്റ് ഒന്ന് മരത്തിൽ കയറുമ്പോഴേക്ക് അവരോട് ഡായ്മ കയറാൻ നിൽക്കല്ലേ, അതിൽ നിന്ന് വീഴും. ഓന് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീട്ടിലുള്ള സ്കൂട്ടിയിലൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കണം. ആ സമയത്തേക്ക് ഓന് ജസ്റ്റ് ഒന്ന് കാല് വെക്കാൻ നോക്കിയിട്ടുള്ളൂ, അപ്പോഴേക്ക് ഷൗട്ട് ചെയ്യാൻ നിൽക്കണം. നീ അതിൽ കയറാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാൻ നിൽക്കുക. ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ വെറുതെ നമ്മൾ ഓരോ ബൗണ്ടറി നിശ്ചയിച്ചു കൊടുക്കുക. ഓരോ വിഷയങ്ങളില്, അനാവശ്യമായ കാര്യങ്ങളില് ഈ കുട്ടി ഒരു കാലത്ത് ഞരങ്ങി നടന്ന് വന്ന് അവസാനം ആ സമയത്തൊക്കെ നമ്മളെ സഹായിച്ച് ആ വളരുന്ന സമയത്ത് ആ വളർച്ചയിലെത്തുമ്പോൾ അവരവരുടേതായ വളർച്ചയിൽ അവരുടെ ഏജിനനുസരിച്ചുള്ള ആ വിഷയങ്ങളിലൊക്കെ അവർക്ക് ഫ്രീഡം കൊടുക്കണം. ആ ഫ്രീഡം കൊടുത്ത് ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് അവനെ തളർത്തിക്കളയാതെ നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ആ സ്വാതന്ത്ര്യത്തിൽ ഒരു നിയന്ത്രണം വെക്കാം, അല്ലെ? നമ്മുടെ നോട്ടം അതിലുണ്ടാകാം. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ. ഒരു മരം കയറുമ്പോഴേക്ക് ഈ കുട്ടികളൊക്കെ മരം കയറി, അതേപോലെ തന്നെ എല്ലാ കഴിവും ഈ കുട്ടികൾക്ക് വേണ്ടേ? ഈ കുട്ടികൾ ഭാവിയിൽ നന്നായിട്ട്, അതുകൊണ്ട് തന്നെ ചില വീടുകൾ കാണാം, നല്ല പ്രായമുള്ള മക്കള്, 25 വയസ്സ് കഴിഞ്ഞിട്ടും ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത മക്കള്, 25 വയസ്സ് കഴിഞ്ഞിട്ടും സ്വിമ്മിങ് അറിയാത്ത മക്കള്, 25 വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കളിയിലും ഏർപ്പെടാൻ കഴിയാത്ത മക്കളെ. ഇവരൊക്കെ എങ്ങനെ ഈ രൂപത്തിലാകുന്നു? ഇപ്പോഴും നീന്താൻ അറിയാത്ത നിങ്ങളുടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ. നിങ്ങളിത് പറയുമ്പോൾ വിചാരിക്കും, ഞാൻ അന്ന് എൻ്റെ മകനെ നീന്താൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടൂല, മോനെ മുങ്ങി മരിക്കുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അതിനുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുത്ത്, അതിനുള്ള സേഫ്റ്റിക്കുള്ള എല്ലാ സംഭവങ്ങളും കൊടുത്ത് മക്കളെ എത്രത്തോളം അവരവരുടെ കഴിവിനനുസരിച്ച് ഉയരാനുള്ള ഏതെല്ലാം സാഹസികതകളുണ്ടോ, ഏതെല്ലാം അഡ്വഞ്ചേഴ്സ് ഉണ്ടോ, അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുക. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളും ബൗണ്ടറീസും ഒക്കെ വെക്കുന്ന സമയത്ത് അവര് അതില് ഒതുങ്ങിക്കൂടാണ്, സങ്കുചിത മനോഭാവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ മക്കളിൽ ഏർപ്പെടുത്താതിരിക്കുക. എന്തിനും ഏതിനും നിയന്ത്രണങ്ങൾ വെക്കുക. നമ്മൾ പുറത്തേക്ക്, നമ്മുടെ മക്കൾ പുറത്തേക്കൊന്ന് പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്ന്
കയറുമ്പോഴേക്ക് അവിടെ കയറെടുത്ത് ഇങ്ങോട്ട് പോരണം, കറക്റ്റ് ടൈമിന് ഇവിടെ എത്തണം, ഇത്ര സമയത്തിനുള്ളിൽ സ്കൂൾ വിട്ട് 4:13 സ്കൂളിൽ വിട്ട് 4:15 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നെത്താൻ 4:28 ആകുമ്പോഴേക്കും ഇവിടെ എത്തണം. ഇങ്ങനെ ഒരു ഇതും കൊടുക്കാതാവുമ്പോൾ അവരുടെ മനസ്സും അതേപോലെ സങ്കുചിത മനോഭാവത്തിലേക്ക് എത്തണം. ആവശ്യത്തിനുള്ള നിയന്ത്രണങ്ങൾ വെക്കുക, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ആറാമത്തത് നമ്മുടെ മക്കളോട് ചെയ്യാതിരിക്കേണ്ട കാര്യത്തിൽ ആറാമത്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ആറാമത്തത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ നമ്മുടെ മക്കളോട് ചെയ്യാതിരിക്കേണ്ടത് അവരുടെ മുമ്പിൽ വെച്ചോ സ്വന്തമായിട്ട് ഒരു കാരണവശാലും മറ്റുള്ളവരോട് തെറി പറയരുത്. ഇത് നമ്മുടെ വിഷയം മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത വിഷയമായതുകൊണ്ട് അങ്ങനെ പറയുന്നു. ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ വെച്ച് തെറി പറയുകയോ അല്ലെങ്കിൽ തെറി പോലെയുള്ള വാക്കുകൾ പറയുകയോ ചെയ്യരുത്. തെറി പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റാത്ത, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ദീന് വിലക്കിയ ഒരു കാരണവശാലും മൃഗങ്ങളുടെ പേര് കൊണ്ടുള്ള തെറികളാണെങ്കിലും നമ്മുടെ മനുഷ്യാവയവങ്ങളുടെ പേരുകളെ കൊണ്ടുള്ള തെറികളാണെങ്കിലും ഉപ്പയെയും ഉമ്മയെയും വിളിച്ചുള്ള തെറിയാണെങ്കിലും എന്തു തെറിയാണെങ്കിലും തെറി ഒരു കാരണവശാലും നമ്മുടെ മക്കളെ കേൾപ്പിച്ച് പറയാതിരിക്കുക. അതിനർത്ഥം അല്ലാതെ പറയാമെന്നല്ല, ഇത് വിഷയം മക്കളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പറയാണ്. തെറി ഒരിക്കലും പറയാതിരിക്കുക. തെറി പോലെയുള്ളത് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് മണ്ട, പൊട്ട എന്ന് വിളിക്കാതിരിക്കുക. ഇങ്ങനെ അവരെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം പേരുകൾ പൊട്ടൻ, മണ്ടൻ ഇങ്ങനെ തുടങ്ങി നമ്മൾ സാധാരണ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വിളികളൊക്കെ ഒഴിവാക്കി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുക. എന്തുകൊണ്ടങ്ങനെ വിളിക്കാതിരിക്കുക? ഇത് അവര് നമ്മിൽ നിന്ന് പഠിക്കാണ്. ഭാവിയിൽ ഇതൊക്കെ നമുക്കും പ്രതീക്ഷിക്കാം. പൊട്ട നിന്നോടല്ലട പറഞ്ഞത് എന്ന് പറഞ്ഞ് അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഇവന്റെ മൈൻഡിലേക്ക് വരാണ്, ഇതെന്താ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്നും എന്നെ പൊട്ടാന്ന് വിളിക്കുന്നു, സ്കൂളിൽ എത്തുന്ന സമയത്ത് സ്കൂളിൽ അധ്യാപകർ എന്നെ പൊട്ടാന്ന് വിളിക്കുന്നു, ഞാനൊരു പൊട്ടനാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ വെച്ച് തെറി പറയുകയോ മണ്ടൻ, പൊട്ടൻ, വിഡ്ഢി തുടങ്ങിയ പ്രയോഗങ്ങൾ അവരോട് പ്രയോഗിക്കാതിരിക്കുകയോ ചെയ്യാം. അടുത്തത് എട്ടാമത്തേത്, അവർക്കൊരിക്കലും നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോ ഇത് കൂടുതലായിട്ട് കാണുന്നത് 2 മക്കളും 3 മക്കളൊക്കെ ഉണ്ടാകുമ്പോ ആദ്യത്തെ കുട്ടിക്ക് ശേഷം 2ാമത്തെ കുട്ടി വരുന്ന സമയത്ത് നമ്മള് അവരെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങളില് ആ മൂത്താള് ഭയങ്കര ഉഷാറാണ്, 2ാമത്തെ ആള് കുറച്ച് വീക്കാ, അവന് കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാകൂല. ഇത് ഡയറക്റ്റ് നമ്മുടെ മക്കളോട് നോക്കിയിട്ട് പറയുന്നവരുണ്ടാകും. അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ, ഒരു 3ാമതൊരു വ്യക്തിയോട് നാം പറയുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ ഈ കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് പറയുമ്പോഴും ഈ കുട്ടി ഇത് കേൾക്കണല്ലോ. അപ്പൊ അത്തരം സംസാരങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരവരുടെ ക്വാളിറ്റികൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിനോട് ഇതിന് താരതമ്യമുണ്ട്, അവരവരുടെ ക്വാളിറ്റികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് നമുക്കിങ്ങനെ പറയാം, അതിലൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് നമുക്ക് എടുക്കാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ മൂത്ത ആള് ഇന്ന വിഷയത്തിൽ ഉഷാർ, അവൻ നന്നായിട്ട് പാട്ട് പാടും, 2ാമത്തെ ആള് നന്നായിട്ട് അവന് ഷട്ടിൽ കളിക്കും, നന്നായിട്ട് ചെസ് കളിക്കും, അവനെ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല, അവൻ നന്നായിട്ട് റൺ ചെയ്യും, അവൻ നന്നായിട്ട് ജമ്പ് ചെയ്യും. ഇങ്ങനെ ആ പോസിറ്റീവ് സൈഡ് എടുത്തു പറയുമ്പോൾ അവർക്കും തന്നെ അത് പോസിറ്റീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ അവരുടെ ക്വാളിറ്റികൾ പരസ്പരം എടുത്ത് മൂത്തയാളുടെയും താഴെയുള്ളയാളുടെയും ഇടയിലുള്ള ഒരു കമ്പാരിസൺ നടക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇനി തീരെ ശരിയില്ലടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കൂല, അത്തരം സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ആ സംസാരങ്ങളിലൂടെയൊക്കെ ഇത് പലതവണ ഈ കുട്ടി കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാക്കുന്ന ആ നെഗറ്റീവ് വലിയ നെഗറ്റീവാണത്. അത് ജീവിതാന്ത്യം വരെ ബാധിക്കുന്ന നെഗറ്റീവാണ്. 9ാമത്തത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട, എല്ലാവരും പരാജയപ്പെടുന്ന ഒരു ഏരിയയാണ് 9ാമത്തെ. വെരി ഇമ്പോർട്ടൻ്റ്. എന്താണ് 9ാമത്തെന്ന് ചോദിച്ചാല്, നമ്മുടെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ പാടില്ല. അതൊരിക്കലും നമ്മുടെ മക്കളോട് ചെയ്യരുത്. നമ്മുടെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക് ഒരു കാരണവശാലും മക്കളോട് സ്നേഹമില്ലാതിരിക്കൂല. എന്തായാലും ശക്തമായ സ്നേഹമായിരിക്കും. ചോര നീരാക്കി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ
മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു പിതാവിന് എങ്ങനെയാണ് സ്വന്തം മക്കളോട് സ്നേഹമില്ലാതിരിക്കുക? അപ്പൊ സ്നേഹമുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത്രയും സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹം മക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതോ ഒരു പഠനത്തില് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം ആരോടാണെന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉമ്മയെയും ഉപ്പയെയുമാണ്, അച്ഛനെയും അമ്മയെയുമാണെന്ന് പറയുന്ന മക്കൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് കുറഞ്ഞു വരാനുള്ള കാരണം ആ മക്കളുമായിട്ട് മാതാപിതാക്കൾക്കുള്ള ഇടപെടലുകൾ കുറഞ്ഞു എന്നുള്ളതാണ്. ഇടപെടലുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ പാടില്ല. ഒമ്പതാമത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം, മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ പാടില്ല. അഥവാ മക്കളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ആ മക്കൾക്ക് മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പ്രകടനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുമ്പോൾ സലാം പറയണം, സലാം പറഞ്ഞ് മുത്തം കൊടുക്കണം, ഉമ്മ കൊടുക്കണം, മുത്തം കൊടുത്ത് പറഞ്ഞയക്കണം. തിരിച്ചു വരുമ്പോഴും അതേപോലെ ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹഗ് ചെയ്യണം. ഇങ്ങനെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളെല്ലാം കൊടുക്കണം. സൈക്കോളജിയിൽ സ്നേഹത്തിന്റെ ചില പ്രകടനങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മക്കളോട് പെരുമാറുമ്പോൾ എങ്ങനെ, അതിലൊന്ന് പറയാം. മക്കൾക്ക് ഏറ്റവും കൂടുതൽ അത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അവരുടെ തലയിൽ തലോടുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അവരുടെ മക്കള് ആ മൃദുലതയാർന്ന മിനുസമാർന്ന അവരുടെ തലയില് അടുത്ത് വിളിച്ചിരുത്തി തലയിൽ ഇങ്ങനെ അവരെ തലോടുക എന്നുള്ളത് എൻ്റെ ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ടെന്നും എൻ്റെ ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ടെന്നും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. അവർക്ക് നന്നായിട്ട് അത്തരം വിഷയങ്ങളാവും ചെയ്യുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇങ്ങനെ മക്കൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ തയ്യാറാക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊക്കെ പറയും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മോൻക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും പൊട്ടലും ചീറ്റലൊക്കെ കുടുംബത്തിലുണ്ടാവുമ്പോൾ, ഈ നിനക്കും വേണ്ടിയല്ലേടി ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ കോടതി വളപ്പിൽ നിന്ന് കണ്ണീരൊലിപ്പിച്ച് പറയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടില്ലേ? ആ മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചത് അവൾക്കും വേണ്ടിയാണെന്നുള്ള അത് പ്രകടിപ്പിക്കാൻ ആ ഉമ്മാക്കുപ്പാക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ? അവ പ്രകടിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ പ്രകടിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കേണ്ടതാണ്. അപ്പൊ ഒമ്പതാമത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം എന്താ? പ്രകടിപ്പിക്കാതിരിക്കാൻ പാടില്ല. അതായത് മക്കളോടുള്ള ആ സ്നേഹം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. പത്താമത്തേത് ആവശ്യത്തിനുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയവുമായി ഇതിനോട് താരതമ്യം ചെയ്യാം. ഏകദേശം അതുമായിട്ട് ഒത്തുവരുന്നൊരു വിഷയമാണ്. നമ്മുടെ മകന് അവന് 17 വയസ്സായെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ 19 വയസ്സായെന്ന് സങ്കല്പിക്കാം. അവൻ നമ്മോട് പറയുന്നു, ഉമ്മ ഞാനൊന്ന് കോഴിക്കോട് പോയിട്ട് വരേണ്ട ഫ്രണ്ട്സിനോട് കൂടെ. നമ്മളതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കാം. എൻ്റെ മോന് കോഴിക്കോട് പോകാൻ ചോദിക്കുന്നു. ആരെ കൂടെയാണ് പോകുന്നത്? ഇന്നാലിനാളെ കൂടെയാണ് പോകുന്നത്. എന്താവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്? ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ആ പോകുന്ന യാത്രയിലും അവിടെ ചെന്നുള്ള വിഷയങ്ങളിലും തിരിച്ചിങ്ങോട്ട് എത്തുന്ന വിഷയത്തിലും ഒരു പ്രശ്നവും പ്രതിസന്ധിയും നമുക്ക് മണക്കുന്നില്ല. എന്നാൽ അവർ വിടുന്നതിൽ എന്താ കുഴപ്പം? നമ്മുടെ മക്കൾ അങ്ങനെ തനിച്ചു പോയി പഠിക്കേണ്ടേ? അല്ലേ? പഠിക്കേണ്ടേ? അപ്പൊ അത്തരം ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യത്തിൽ കൺട്രോൾഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ, മോനെ ഞാൻ നിന്റെ കയ്യിലൊരു ഫോൺ തരാം, നീ അവിടെ എത്തുന്ന സമയത്ത് എനിക്കൊന്ന് വിളിക്കണം, അവിടെ എത്തിയിട്ട് നീ അവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് എനിക്കൊന്ന് വിളിക്കണം. ഇങ്ങനെ പറഞ്ഞതിൽ നിയന്ത്രണങ്ങൾ വെക്കാം. ഇത് അവരുടെ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ, കൗമാരപ്രായത്തിനൊരു പ്രത്യേകത ഉണ്ട്. കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ ടീൻ ഏജ് എന്ന് പറഞ്ഞാൽ ടീൻ എന്നാണ് അതിൽ അവസാനിക്കുന്നത്. അപ്പൊ ടീൻ എന്ന ആ സംഖ്യ കൊണ്ട് അവസാനിക്കുന്ന ആ നമ്പറിൽ തുടങ്ങുന്ന വയസ്സിനാണ് ടീൻ ഏജ് എന്ന് പറയാം.
അപ്പോൾ 10, 11, 12, 13, 14, 15, 16, 17, 18, 19 ഈ ഒരു ടീൻ കൊണ്ട് അവസാനിക്കുന്ന ഈ സംഖ്യയിലുള്ള 19 വയസ്സ് വരെയുള്ള ഈ മക്കൾക്ക് എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യാനുള്ള ഒരു ത്വരയും ഒരു തൃഷ്ണയും അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അത് ചെയ്യാനും ആ പ്രായത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചെയ്യാനും ഒരു ചുറുചുറുക്കും ഒരു ചോരത്തിളപ്പൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള പെർമിഷന് അപകടകരമല്ലാത്ത രൂപത്തില് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള രൂപത്തില് കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്രീഡം അവർക്ക് കൊടുക്കുക. അതും കൂടെ കൊടുക്കാതെയായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെന്റലി ഗ്രോത്ത് സംഭവിക്കൂല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവർക്ക് ആവശ്യമുള്ള ഫ്രീഡം കൊടുക്കുക. നമ്മുടെ മക്കള് വരും തലമുറയെ വാർത്തെടുക്കേണ്ട നമ്മുടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന കാലത്ത് റബ്ബ് നമുക്കൊരു നല്ല മക്കളെ നൽകിയിട്ട് ആ മക്കളെ ക്രിയാത്മകമായി വളർത്തുന്നതിൽ അവരോട് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അവർ ഭാവിയിലെ നാളത്തെ ഡോക്ടേഴ്സാണ്, അവർ ഭാവിയിലെ നാളത്തെ എഞ്ചിനീയേഴ്സാണ്. അവരാണ് നാളെ നാം ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഫ്ലൈറ്റ് പറത്താനുള്ള മക്കള്. അവരാണ് നാളെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട വലിയ വലിയ സയന്റിസ്റ്റുകൾ. അവരാണ് ശാസ്ത്രജ്ഞന്മാര്. അവരാണ് ഈ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അതുല്യമായ സേവനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടവര്. അപ്പൊ അവർക്ക് അതിനുള്ള വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ വളർച്ചയൊന്നും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ആത്മീയമായ വഴി എന്ന് പറയുന്നത് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നുള്ള സ്വലാത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്നുള്ള സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി മക്കളോട് പറയാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്തി തരട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം നീ ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാൻ. ഒരുപാട് വിഷയങ്ങൾ നാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാം ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു അമല് പറഞ്ഞിട്ടുണ്ട്, സിഹർ ബാധിച്ചവർക്കുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർക്കും എങ്ങനെ വീട്ടിൽ നിന്ന് സിഹർ ബാത്തിലാക്കാം എന്നുള്ളത്, അതേപോലെ തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്ന ശൈത്വാനെ പെട്ടെന്ന് അത് നിർത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളത്, എങ്ങനെ തുടങ്ങി വീട് പറമ്പ് തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ഈ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ വീഡിയോസിൽ കാണാൻ സാധിക്കും. ആവശ്യമുള്ളവർ